നമസ്കാരം. കെ.എം. എബ്രഹാമിന് ക്യാബിനറ്റ് പദവി നൽകിയത് കഴിഞ്ഞയാഴ്ചയാണ്. തൻ്റെ ക്യാബിനറ്റ് മന്ത്രിമാരിൽ ഒരുത്തിനു പോലും വിവരമില്ലെന്ന പിണറായിക്ക് വൈകിയാണെങ്കിലും ബോധ്യപ്പെട്ടതുകൊണ്ട് കണ്ടെത്തിയ മാർഗമാണ് എബ്രഹാമിനുള്ള ക്യാബിനറ്റ് പദവി. മുഖ്യമന്ത്രിയുടെ മുഖ്യ പ്രിൻസിപ്പൽ സെക്രട്ടറി കെ.എം. എബ്രഹാമിന് ക്യാബിനറ്റ് പദവി നൽകിയതിനെ ചൊല്ലി വ്യത്യസ്ത പ്രചരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ നടക്കുന്നുണ്ട്. കിഫ്ബിയുമായി ബന്ധപ്പെട്ട കേന്ദ്ര ഏജൻസികളുടെ ചോദ്യം ചെയ്യലിൽ നിന്നും അറസ്റ്റിൽ നിന്നും ഒഴിവാകാനാണ് അദ്ദേഹത്തിന് ക്യാബിനറ്റ് പദവി നൽകിയത് എന്നുപോലും കാരണങ്ങൾ കണ്ടെത്തിയവരുണ്ട്. മുഖ്യമന്ത്രിമാർ വരെ കേന്ദ്ര ഏജൻസികളുടെ ചോദ്യം ചെയ്യലിന് വിധേയരാകുമ്പോൾ അത്തരം വാർത്തകൾക്ക് യഥാർത്ഥത്തിൽ ഒരടിസ്ഥാനവുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. വായ്പയെടുത്ത സാമ്പത്തികമായി തകർന്നിരിക്കുന്ന നമ്മുടെ സംസ്ഥാനം ഇന്നല്ലെങ്കിൽ നാളെ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിൽ കുടുങ്ങിയേക്കുമെന്ന മറ്റാരെക്കാളും നന്നായി അറിയാവുന്നത് കെ.എം. എബ്രഹാമിനാണ്. എ.കെ. ആന്റണി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ കേരളത്തെ സാമ്പത്തിക തകർച്ചയിൽ നിന്നും കരകയറ്റാൻ സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ചതും അതിനെ തുടർന്ന് സംസ്ഥാന സർക്കാർ ജീവനക്കാർ പണിമുടക്ക് നടത്തിയതും കെ.എം. എബ്രഹാമിന്റെ സാമ്പത്തിക മാനേജ്മെന്റിന്റെ ഗുണമായിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തും സാമ്പത്തിക രംഗം കൈകാര്യം ചെയ്യുന്നതിന്റെ അവസാന വാക്ക് കെ.എം. എബ്രഹാമിൻ്റേത് തന്നെയായിരുന്നു. വിദഗ്ധമായി സാമ്പത്തിക തട്ടിപ്പ് നടത്താനും തങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനും ഇപ്പോൾ തടവറയിൽ കഴിയുന്ന എം ശിവശങ്കറിനേക്കാൾ എന്തുകൊണ്ടും കേമനാണ് കെ.എം. എബ്രഹാം എന്നും ശിവശങ്കറിന്റെ പല ദൗർബല്യങ്ങളും ഇല്ലാത്തയാളാണ് കെ.എം. എബ്രഹാം എന്നും തങ്ങളുടെ ഇംഗിതത്തിനൊത്ത് പ്രവർത്തിക്കാൻ മനസ്സും കഴിവുമുള്ള ഉദ്യോഗസ്ഥനാണ് കെ.എം. എബ്രഹാം എന്നും കണ്ടെത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. എ.കെ. ആന്റണിക്ക് പൊതുകടം വർദ്ധിപ്പിക്കാതെ തന്നെ സംസ്ഥാനത്തെ സാമ്പത്തിക രംഗം ക്രമീകരിക്കാനുള്ള സൂത്രവിദ്യ ഉപദേശിച്ച അതേ കെ.എം. എബ്രഹാം തന്നെയാണ് പിണറായിയുടെ മനസ്സറിഞ്ഞ് കടം വാങ്ങി തൂർത്തടിച്ച് സംസ്ഥാനത്തെ ഏറ്റവും വലിയ കടക്കണിയിൽ എത്തിച്ചതും. മുഖ്യന്റെയും CPM-ന്റെയും സാമ്പത്തിക വളർച്ചയ്ക്കുള്ള എല്ലാ തട്ടിപ്പുകളും സമർത്ഥമായി ആസൂത്രണം ചെയ്തതും കെ.എം. എബ്രഹാം തന്നെയാണ്. കേന്ദ്രം സംസ്ഥാനത്തെ ശ്വാസം മുട്ടിക്കുന്നു എന്ന രാഷ്ട്രീയമായ പ്രചാരണം നടത്താൻ തൽക്കാലം CPM-ന് കഴിയുമെങ്കിലും കേന്ദ്രത്തിൽ നിന്ന് പരമാവധി ആനുകൂല്യങ്ങൾ പിടിച്ചുപറ്റാൻ കഴിവുള്ളവരാരും തൻ്റെ ക്യാബിനറ്റിൽ ഇല്ല എന്ന കഴിഞ്ഞ കേന്ദ്ര സർക്കാരുമായുള്ള പ്രാരംഭ ചർച്ചയിൽ തന്നെ മുഖ്യമന്ത്രിക്ക് നേരിട്ട് ബോധ്യപ്പെട്ടതിൻ്റെ തിരിച്ചറിവാണ് കെ.എം. എബ്രഹാമിൻ്റെ ക്യാബിനറ്റ് പദവി. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി ചർച്ച നടത്തുന്നതിന് മുൻപ് കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറിമാരുമായി ആശയവിനിമയം നടത്താനുള്ള പ്രാപ്തിയും ആംഗലേയ ഭാഷാ പരിജ്ഞാനവും വശമില്ലാത്ത കേരളത്തിലെ ധനമന്ത്രിക്കൊപ്പം പോയ ക്യാബിനറ്റ് പദവിയുള്ള അഡ്വക്കേറ്റ് ജനറലിനും കഴിയില്ലെന്നുള്ള തിരിച്ചറിയലാണ് എബ്രഹാമിന് ക്യാബിനറ്റ് റാങ്ക് നൽകാൻ മുഖ്യനെ തിരക്കിട്ട് പ്രേരിപ്പിച്ചത് എന്നാണ് ആരോപണം. കേന്ദ്ര സെക്രട്ടറിമാരുമായി നടന്ന ചർച്ചയിൽ കെ.എം. എബ്രഹാമിന് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ പരിഗണന മാത്രമേ ചർച്ചാവേളയിൽ കേന്ദ്ര സർക്കാർ നൽകിയിരുന്നുള്ളൂ. ക്യാബിനറ്റ് റാങ്ക് നൽകി കഴിയുമ്പോൾ മന്ത്രിയോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കാനുള്ള റാങ്കിലേക്ക് കെ.എം. എബ്രഹാം ഉയർത്തപ്പെടും. അതിലൂടെ ആസന്നമാകുന്ന തെരഞ്ഞെടുപ്പ് ചെലവിനുള്ള പണമെങ്കിലും വായ്പയായി കേന്ദ്രത്തിൽ നിന്ന് അനുവദിപ്പിക്കാൻ കഴിയുമെന്ന ശുഭപ്രതീക്ഷയിലാണ് സംസ്ഥാന സർക്കാർ. എന്തായാലും ഒരു കാര്യം ഉറപ്പായി, മുദ്രാവാക്യം വിളിച്ചും പൊതുമുതൽ തല്ലിത്തകർത്തും വിദ്യാർത്ഥി നേതാവായി ജനപ്രതിനിധികളാകുന്നവർക്ക് യോജിക്കുന്നതല്ല മന്ത്രിപ്പണിയെന്ന. മുതിർന്ന IAS-കാരെക്കാളേറെ കുശാഗ്ര ബുദ്ധിയുള്ളവരായിരിക്കണം മന്ത്രിമാരായി നിയോഗിക്കപ്പെടുന്നവർ. കെ. കരുണാകരനും K.M. മാണിയും കുഞ്ഞാലിക്കുട്ടിയും ആര്യാടനും പിണറായിയുമെല്ലാം നമ്മുടെ മുന്നിൽ ഉത്തമ ഉദാഹരണങ്ങളായുണ്ട്. മന്ത്രിക്കുപ്പായമണിഞ്ഞ കോമാളികൾക്ക് നടുവിൽ മെയ് വഴക്കമുള്ള തട്ടിപ്പുകൾക്ക് മുഴുവൻ ഔദ്യോഗിക പരിവേഷം നൽകാൻ പ്രാപ്തനായ ഭരണാധികാരിയാണ് കെ.എം. എബ്രഹാം എന്ന പുതിയ ക്യാബിനറ്റ് പദവിയിലൂടെ പിണറായി തന്നെ പറയാതെ പറയുകയാണ്.